ഞാൻ ജയചന്ദ്രൻ പനേറ. ദൈവത്തിൻ്റെ കത്ത്. ഇത് കവിതയോ കഥയോ കുറിപ്പോ അല്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ അക്ഷരങ്ങൾ, വേദനയുടെ അക്ഷരങ്ങൾ. ദൈവത്തിൻ്റെ കത്ത്. ഞാൻ ദൈവം. നാണയത്തുട്ടുകളെറിഞ്ഞ് കൈക്കൂലി തന്ന് വശപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ദൈവം. ഉള്ളിൽ വിഷം സൂക്ഷിച്ച് പുറമേ ഭക്തി കാണിച്ച് ജീവിക്കുന്ന മഹാഭൂരിപക്ഷവും എന്നെ അറിഞ്ഞിട്ടില്ല, അറിയുന്നുമില്ല. എന്നെ അറിയണമെങ്കിൽ ഉള്ളിൽ ഞാനുണ്ടാകണം. ഞാനുണ്ടാകണമെങ്കിൽ അഹങ്കാരമൊഴിയണം, കാരുണ്യമുണ്ടാകണം, സഹജീവി സ്നേഹമുണ്ടാകണം. ഒരു പീഡ ഒരു ഉറുമ്പിന് പോലും വരുത്താതെ ജീവിക്കണം. പ്രകൃതിയെ അകം കൊണ്ടറിയണം. മലകളെ വെട്ടിനിരത്താതെയും പുഴകളുടെ വായിലേക്ക് വിഷം ഒഴുക്കാതെയും ഭൂമിദേവിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പാതെയും ഇരിക്കണം. മണ്ണിൻ്റെ മധുരമറിയണം. പാടങ്ങളിൽ പൊന്നു വിളയണം. ചെറുതും വലുതുമായ പുഴകളിലൂടെ നദികളിലൂടെ ശുദ്ധജലമൊഴുകണം. വന്യമൃഗങ്ങളെ അടിച്ചുകൊന്ന് അവയവം ഊരിയെടുത്ത് പണമുണ്ടാക്കാതിരിക്കണം. മനുഷ്യനെയും ജീവജാലങ്ങളെയും സ്വന്തം ജീവനെപ്പോലെ സ്നേഹിക്കണം. അന്യൻ്റെ നെഞ്ച് കലക്കാതെ ജീവനോപാധി കണ്ടെത്തണം. പ്രകൃതിയിൽ എല്ലായിടത്തും പ്രേമസംഗീതം കേൾക്കണം. ജീവിതത്തിൻ്റെ ഓരോ കോശങ്ങളിലും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമൃതക്കണങ്ങൾ നിറയണം. ഞാനെന്ന ഭാവം ഉണ്ടാകാതിരിക്കുവാൻ ആത്മപൂർവം നിഷ്ഠയോടെ പ്രാർത്ഥിക്കണം. ഒരു തരത്തിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ പഠിക്കണം. ദാ നോക്കൂ, എൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. നിങ്ങൾ ചെകിട്ടത്തടിച്ച് നാഭിക്കുഴി ചവിട്ടിക്കലക്കി തെരുവോരങ്ങളിൽ വലിച്ചെറിഞ്ഞ അനാഥാലയങ്ങളിൽ തള്ളിയ ജീവിതം മുഴുവൻ നിങ്ങൾക്കായി സമർപ്പിച്ച അച്ഛനും അമ്മയും. അവർ പലപ്പോഴും കരയുന്നത് കാണാം. നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ വേദനയിൽ ലോകത്തിരുന്നും അവർ വാവിട്ട് കരയുന്നു. അവർക്ക് നിങ്ങളോടിപ്പോഴും സ്നേഹവാത്സല്യം മാത്രമാണ്. കൂടപ്പിറപ്പിനെയും കൂട്ടുകാരെയും പലതിൻ്റെ പേരിലും കൊന്നു തള്ളുന്നതിന് ഉത്സാഹം കാട്ടുന്ന നിങ്ങൾ എങ്ങനെ എന്നെ കാണാനാകും? പക്ഷേ നിങ്ങളെ ഞാൻ കാണുന്നു, ഓരോ നിമിഷവും കാണുന്നു. നിങ്ങളുടെ കർമ്മങ്ങൾ ഓരോന്നും എൻ്റെ പുസ്തകത്തിൽ അർഹിക്കുന്ന അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സ്ത്രീയെ അമ്മയായി ദേവിയായി ആരാധിക്കേണ്ട ഈ പുണ്യഭൂമിയിൽ നിങ്ങളിൽ പലരും ചെയ്യുന്നതെന്താണ്? അതോർക്കുമ്പോൾ എൻ്റെ മനസ്സ് പൊള്ളിപ്പോകുന്നു. നിങ്ങളറിയുക, സർവ്വജീവജാലങ്ങളിലും ഞാൻ സമമായി കുടികൊള്ളുന്നു. ആത്മശുദ്ധിയുള്ളവരെ, അകം നിറഞ്ഞവരെ ഞാൻ പ്രത്യേകം അറിയുന്നു, പരിഗണിക്കുന്നു. പ്രകൃതി വിരുദ്ധ കർമ്മം ചെയ്യുന്ന അഹംഭാവികൾ എൻ്റെ കർശന ശിക്ഷയ്ക്ക് വിധേയമാകും. അവർ കർമ്മങ്ങളുടെ നീചലോകത്ത് പിറവിയെടുത്ത് നരലോകത്തിൽ ചെന്ന് വീണുകൊണ്ടേയിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രകൃതിയെ ആരാധിച്ച് ഗുരുത്വപൂർണിമയോടെ ജീവിക്കുക. നിങ്ങൾക്ക് എന്നെ കാണാം. നിങ്ങളെ ഞാൻ പൂർണ്ണമായും സംരക്ഷിക്കുകയും ചെയ്യും എന്ന് ഒപ്പ് ദൈവം.